ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇന്നത്തെ ദിനവും നമുക്ക് ആരംഭിക്കാം സൂപ്പർ നോട്ട്സിലൂടെ. PSC മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സെന്റൻസ്. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഭാഗമാണ് ഇന്നത്തെ ദിവസം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷകളിലെല്ലാം പൊതുവായിട്ടുള്ള ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സെന്റൻസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഭാഗത്തിൽ നിന്നുള്ള സിമ്പിൾ സെന്റൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ ഒന്ന് നോക്കാം. 2022 +2 പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരിക. ഒരു സെന്റൻസ് തന്നിട്ട് അത് സിമ്പിൾ സെന്റൻസ് ആണോ, കോമ്പൗണ്ട് സെന്റൻസ് ആണോ, കോംപ്ലക്സ് സെന്റൻസ് ആണോ, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ആണോ എന്ന രീതിയിലായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ വരിക. അപ്പൊ അങ്ങനെ സിമ്പിൾ സെന്റൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തേണ്ടത് എന്നുള്ള കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റിയ വളരെ ചെറിയൊരു പോർഷൻ നോക്കുക. എന്താണ് ഈ സിമ്പിൾ സെന്റൻസ്? അപ്പൊ ഇതിന് പറയുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസുകളെയാണ് നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി, ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസുകളെ നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കും. നിങ്ങൾ തന്നെ നിങ്ങളുടെ പഠന കാലയളവിൽ ഈ മെയിൻ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസ് ഇങ്ങനത്തെ വാക്കുകൾ കേട്ടിട്ടുണ്ടാവും. ഈ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ഒന്നും കേൾക്കാത്ത ആൾക്കാരുണ്ടാകില്ല, വളരെ ചുരുക്കമായിരിക്കും. അപ്പൊ എന്താണ് ഈ മെയിൻ ക്ലോസ്? പൂർണ്ണ അർത്ഥമുള്ള ഒരു സെന്റൻസിനെ നമുക്ക് മെയിൻ ക്ലോസ് എന്ന് വിളിക്കാം. ഓക്കെ, പൂർണ്ണ അർത്ഥമുള്ള ഒരു സെന്റൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ കഴിയും? മെയിൻ ക്ലോസ് എന്ന് വിളിക്കാൻ കഴിയും. അപ്പൊ നമ്മളിവിടെ പഠിച്ച ഡെഫിനിഷൻ ഓർക്കുന്നുണ്ടല്ലോ, ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസ് ആണ് എന്ത്? സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഓർത്തു വെക്കാം, ഒരു സെന്റൻസ് നമ്മുടെ മുന്നിൽ കിട്ടി, ഒരൊറ്റ സെന്റൻസേ ഉള്ളൂ. ആ സെന്റൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ കൂടിച്ചേരലുകളില്ല, ആകെ ഒരേ ഒരു സെന്റൻസേ കാണൂ. ഇങ്ങനെയുള്ള സെന്റൻസുകളെയാണ് നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കുന്നത്. ഓർക്കണം, ഇവിടെ ഒന്നിലധികം സെന്റൻസുകൾ ഉണ്ടാവില്ല. ഒന്നിലധികം സെന്റൻസുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കൺജങ്ഷൻ അഥവാ കണക്റ്റിംഗ് വേർഡിന്റെ ആവശ്യവുമില്ല. ഓർക്കണം, നമ്മൾ പരീക്ഷയ്ക്ക് കാണുന്ന ചോദ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഓപ്ഷൻസ് ഇങ്ങനെയായിരിക്കും: സിമ്പിള്, കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോമ്പൗണ്ട് കോംപ്ലക്സ്. ഓർക്കണം, ഈ കോംപ്ലക്സ് സെന്റൻസിലും കോമ്പൗണ്ട് സെന്റൻസിലും കോമ്പൗണ്ട് കോംപ്ലക്സിലും ഒക്കെ കൺജങ്ഷൻ അഥവാ കണക്റ്റിംഗ് വേർഡ് കാണും. ഓക്കെ, ആര് കാണും? കൺജങ്ഷൻ അല്ലെങ്കിൽ കണക്റ്റിംഗ് വേർഡ്സ് ഉണ്ടാവും. എന്നാൽ സിമ്പിൾ സെന്റൻസിന് ആര് കാണില്ല? കൺജങ്ഷൻ കാണില്ല. എന്തുകൊണ്ടാ? ഒരു സെന്റൻസ് അല്ലേ ഉള്ളൂ, ആകെ ഒരു സെന്റൻസേ ഉള്ളൂ എങ്കിൽ അവിടെ പിന്നെ ആരുടെ ആവശ്യമില്ല? നമുക്ക് കൺജങ്ഷന്റെ ആവശ്യമില്ല. അപ്പൊ സിമ്പിൾ സെന്റൻസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് കൺജങ്ഷൻ ഇല്ലാത്ത സെന്റൻസിനെ ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് അവിടെ ആരെ തിരിച്ചറിയാം? സിമ്പിൾ സെന്റൻസിനെ തിരിച്ചറിയാം. മത്സര പരീക്ഷകളിൽ ഒരു സെന്റൻസ് തന്നിട്ട് അത് സിമ്പിൾ സെന്റൻസ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ നമ്മളെ ആര് സഹായിക്കും? കൺജങ്ഷൻ സഹായിക്കും. ഈ കൺജങ്ഷന്റെ സഹായത്തോടു കൂടിയാണ് നമുക്കിത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുക. അപ്പൊ ഓർക്കണം, നമ്മുടെ കീ പോയിന്റ് ഇതാണ്: സിമ്പിൾ സെന്റൻസിൽ എന്തില്ല? കൺജങ്ഷൻ ഇല്ല. ഓക്കെ, ഇത് മറന്നു പോകരുത്. ഇനി നമുക്ക് സിമ്പിൾ സെന്റൻസുകളെ കണ്ടെത്താനുള്ള മറ്റു ചില സൂത്രപ്പണികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഒരു സെന്റൻസ് ബീയിങ് കൊണ്ട് ആരംഭിച്ചാൽ, ഓക്കെ, ഒരു സെന്റൻസ് ബീയിങ് കൊണ്ട് ആരംഭിച്ചാൽ. രണ്ട്, ഒരു സെന്റൻസ് ഹാവിങ് കൊണ്ട് ആരംഭിച്ചാൽ.
ഒരു സെന്റൻസ് വെർബിന്റെ ing രൂപം കൊണ്ട് ആരംഭിച്ചാൽ മൂന്നും ഫലത്തിൽ ഒന്ന് തന്നെയാണ്. ബീയിങ്ങും ഹാവിങ്ങും മറ്റേതെങ്കിലും ഒരു ing രൂപം കൊണ്ട് ഒരു സെന്റൻസ് ആരംഭിച്ചാൽ ആ സെന്റൻസ് സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമായിരിക്കും. അപ്പൊ നമുക്ക് കാഴ്ചയിൽ തന്നെ ഒരു സെന്റൻസ് സിമ്പിൾ സെന്റൻസ് ആണോ എന്ന് തിരിച്ചറിയാൻ നമ്മളെ ആര് സഹായിക്കും? ഈ പറഞ്ഞ ഹാവിങ്ങും ബീയിങ്ങും വെർബിന്റെ ing രൂപമൊക്കെ സഹായിക്കും. ഇവ കൊണ്ട് ആരംഭിക്കുന്ന സെന്റൻസുകളെല്ലാം സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. തീർന്നില്ല, ബാക്കി കാര്യങ്ങൾ ഓർക്കണം. ടു പ്ലസ് വെർബ്, ഒരു വെർബിന് മുമ്പ് ടു ചേർത്ത് ഒരു സെന്റൻസ് ആരംഭിക്കുന്നുവെങ്കിൽ ടു ഗോ, ടു റീഡ്, ടു പ്ലേ, ഇങ്ങനെയൊക്കെ ഒരു സെന്റൻസ് ആരംഭിച്ചാൽ അത്തരം സെന്റൻസുകളെയും നമുക്ക് സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമായി കണക്കാക്കാം. ഓക്കെ, അപ്പൊ 4 കാര്യങ്ങൾ മറന്നു പോകരുത്. പരീക്ഷയ്ക്ക് ഒരു സെന്റൻസ് തന്നിട്ട് അത് സിമ്പിൾ സെന്റൻസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടതായി വന്നാൽ ഈ കാര്യങ്ങളിലൂടെ നമുക്കിത് തിരിച്ചറിയാൻ പറ്റും. ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്. സിമ്പിൾ സെന്റൻസിൽ കൺജങ്ഷന്റെ ആവശ്യമില്ല. എന്നാൽ കോമ്പൗണ്ട് സെന്റൻസിനും കോംപ്ലക്സ് സെന്റൻസിനും കോമ്പൗണ്ട് കോംപ്ലക്സിനുമൊക്കെ ആരുണ്ടാവും? കൺജങ്ഷൻ ഉണ്ടാവും. സിമ്പിൾ സെന്റൻസിനാണ് കൺജങ്ഷൻ ഇല്ലാത്തത്. ഓക്കെ, ഞാൻ ഈ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ ഇത് കേട്ട് കേട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് പതിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ 4 കാര്യങ്ങൾ പറഞ്ഞു. ബീയിങ്, ഹാവിങ്, വെർബിന്റെ ing രൂപം, ടു പ്ലസ് വെർബ്. ഇങ്ങനെ ഒരു സെന്റൻസ് ആരംഭിച്ചാൽ അവ സിമ്പിൾ സെന്റൻസിന് ഉദാഹരണം. അടുത്ത് നോക്കുക, ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും. ഒരു സെന്റൻസ് ഇൻസ്പൈറ്റ് ഓഫ് എന്നോ ഡെസ്പൈറ്റ് എന്നോ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം സെന്റൻസുകളും സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമായിരിക്കും. ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ ഇൻസ്പൈറ്റ് ഓഫ് കൊണ്ടോ ഡെസ്പൈറ്റ് കൊണ്ടോ ഒരു സെന്റൻസ് ആരംഭിച്ചാൽ അത്തരം സെന്റൻസുകൾ സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമായിരിക്കും. ലാസ്റ്റ് വൺ, ടു ചേർന്ന് വരുന്ന സെന്റൻസുകൾ. നിങ്ങൾ ഇതും കേട്ടിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. ഒരു സെന്റൻസ് ടു ചേർന്ന് വരുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ടു വരുന്ന സെന്റൻസുകളെല്ലാം നമുക്ക് സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമായിരിക്കും. അപ്പോ ഒരു സിമ്പിൾ സെന്റൻസ് എന്ന് വെച്ചാൽ പൂർണ്ണ അർത്ഥമുള്ള ഒരു സെന്റൻസിനെ നമുക്ക് മെയിൻ ക്ലോസ് എന്ന് വിളിക്കാം. അങ്ങനെയുള്ള ഒരു മെയിൻ ക്ലോസിനെ നമുക്ക് സിമ്പിൾ സെന്റൻസ് എന്നും വിളിക്കാം. സിമ്പിൾ സെന്റൻസിനെ പ്രധാനമായും നമ്മൾ തിരിച്ചറിയുന്നത് അതിനകത്ത് കൺജങ്ഷനുകൾ ഉണ്ടാവാറില്ല. കാരണം ഒരു സെന്റൻസേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ കൂട്ടിച്ചേരലുകളില്ല. പിന്നെ കാഴ്ചയിൽ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് ബീയിങ്ങും ഹാവിങ്ങും വെർബിന്റെ ing രൂപവും ടു പ്ലസ് വെർബും ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും ടു ഒക്കെ നമ്മളെ സഹായിക്കും പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി. സാധാരണ ഈ സിമ്പിൾ സെന്റൻസുകളിൽ ഒരു വെർബേ കാണാറുള്ളൂ. ഓക്കെ, കാരണം ഒരു സെന്റൻസല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരു ക്രിയയെ കുറിച്ചായിരിക്കും, ഒരു പ്രവൃത്തിയെ കുറിച്ചായിരിക്കും പരാമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെർബ് ഒത്തിരി ഒന്നും ഉണ്ടാവില്ല. സബ്ജക്റ്റിന്റെയും വെർബിന്റെ എണ്ണമൊക്കെ വളരെ ലിമിറ്റ് ചെയ്തേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ഒരു വെർബൊക്കെ ഉണ്ടാവുള്ളൂ എന്ന കാര്യം കൂടി ഓർത്തോളുക. അപ്പൊ ഇനി നമുക്ക് നേരത്തെ ചോദ്യം ഒന്ന് നോക്കാം. കണ്ടില്ലേ, പരീക്ഷയ്ക്ക് ചോദിച്ചേക്കുന്നേ ഒരു സെന്റൻസ് കൊടുത്തിരിക്കുന്നു. ഇത് എന്ത് ടൈപ്പ് സെന്റൻസ് എന്നാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. ഒരു സെന്റൻസ് കൊടുത്തു, അതെന്ത് ടൈപ്പ് സെന്റൻസിന് ഉദാഹരണം. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. ഇനി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും കാണില്ല ഇതെന്ത് സെന്റൻസ് ആണ് എന്ന് തിരിച്ചറിയാനായിട്ട്. നോക്കിയേ, ഓവിങ് ടു ഒരു വെർബിന്റെ ing രൂപത്തിലാണ് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നേ. ഒരു വെർബിന്റെ ing രൂപം കൊണ്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നുവെങ്കിൽ വളരെ നിഷ്പ്രയാസം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഇങ്ങനെയാണ് പരീക്ഷകളിൽ നമ്മൾ സിമ്പിൾ സെന്റൻസിനെ വളരെ വേഗം കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കുക. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടെത്താൻ പറ്റും. അപ്പോ നേരത്തെ പറഞ്ഞതിന് വേണമെങ്കിൽ 1-2 ഉദാഹരണം നോക്കിക്കൊള്ളുക. ഹാവിങ് കൊണ്ട് ആരംഭിക്കുന്ന സെന്റൻസുകൾ, ing രൂപത്തിൽ ആരംഭിക്കുന്ന സെന്റൻസുകൾ, ടു ചേർന്ന് വരുന്ന സെന്റൻസുകൾ. ഓക്കെ, ടു പ്ലസ് വെർബ്.
ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സിമ്പിൾ സെന്റൻസ് ഏതൊക്കെ തരത്തിൽ ആരംഭിക്കുമെന്നുള്ളതിന് ഉദാഹരണം. അടുത്ത് നോക്കിയേ, ഹി വെന്റ് ടു റീച്ച്, അർത്ഥമുള്ള ഒരൊറ്റ സെന്റൻസ്, കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു സെന്റൻസ്. ഇതെല്ലാം സിമ്പിൾ സെന്റൻസിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, നോക്കുക, കേരള PSCയുടെ തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2 സെന്റൻസുകൾ കൊടുത്തിരിക്കുന്നു, എന്നിട്ട് അതിന്റെ സിമ്പിൾ സെന്റൻസ് ഫോം ചോദിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോ മനസ്സിലാക്കുക, 2 സെന്റൻസുകൾ കൊടുത്തു. ആ 2 സെന്റൻസുകൾ കൊടുത്തതിന് ശേഷം എന്ത് ചോദിച്ചിരിക്കുന്നു? അതിന്റെ സിമ്പിൾ സെന്റൻസ് ഫോം ചോദിച്ചിരിക്കുന്നു. വളരെ നിസ്സാരമായി നിങ്ങൾക്ക് കണ്ടെത്താം. സിമ്പിൾ സെന്റൻസ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഓർമ്മ വരണം, കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു സെന്റൻസ് മാത്രം മതി. ഒന്നിലധികം സെന്റൻസിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു സെന്റൻസ് വേണം. ഇനി അതേതൊക്കെ തരത്തിൽ ആരംഭിക്കാമെന്ന് ഞാൻ പല തവണ ആവർത്തിച്ചതാണ്. അത് കേട്ട് 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 തന്നെ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നോക്കുക, നമ്മൾ പലതരത്തിൽ സിമ്പിൾ സെന്റൻസിനെ കണ്ടെത്താമെന്ന് പറഞ്ഞിരുന്നു. അതിലൊരു രീതി നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു സെന്റൻസ് വെർബിന്റെ ING രൂപത്തിൽ ആരംഭിച്ചിരിക്കുന്നു, അല്ലെ? സ്റ്റാൻഡിങ്. ഒരു സെന്റൻസ് വെർബിന്റെ ING രൂപത്തിൽ ആരംഭിച്ചാൽ അത് സിമ്പിൾ സെന്റൻസ് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പല്ലേ? അപ്പൊ നമുക്കിത് ഉറപ്പിക്കാം, ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഇനി നിങ്ങളുടെ അറിവിലേക്ക് 1-2 കാര്യങ്ങൾ കൂടി ഇവിടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. ഒന്നാമത്തെ സെന്റൻസ് നോക്കുക, അതിനകത്തൊരു കൺജങ്ഷൻ ഉണ്ട്, ആൻഡ്. ഓക്കെ, കണക്റ്റിംഗ് വേർഡ് ആണ്. 2 സെന്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ വാക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പദം. ഓക്കെ, അപ്പൊ അവിടെ ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ ഉണ്ട്. മൂന്നാമത്തെ സെന്റൻസ് നോക്കുമ്പോൾ ആസൂണസ് എന്ന മറ്റൊരു കൺജങ്ഷൻ ഉണ്ട്. ഞാനിത് എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു ചോദ്യത്തിലൂടെ നിങ്ങൾക്ക് ചില കൺജങ്ഷൻ അഥവാ കണക്റ്റിംഗ് വേർഡ് കാണാതെ പഠിക്കാൻ പറ്റും. ഇപ്പൊ മനസ്സിലായില്ലേ? ആൻഡ് ഒരു കൺജങ്ഷൻ ആണ്, ആസൂണസ് മറ്റൊരു കൺജങ്ഷൻ ആണ്. ഇങ്ങനെ കേട്ട് കേട്ട് വരുമ്പോൾ ഓരോ ചോദ്യങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവ് ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുപോകാൻ പറ്റും. ഇനി 4ാമത്തെ ഓപ്ഷൻ നോക്കിയടാ, വൈൽ. വൈൽ ഒരു കൺജങ്ഷൻ ആണ്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കുമ്പോൾ അറിയാം 3 സെന്റൻസുകളിലും കൺജങ്ഷൻ ഉണ്ട്. കൺജങ്ഷൻ ഇല്ലാത്ത ഏക സെന്റൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ആ രീതിയിൽ നമുക്ക് ഉത്തരം കണ്ടെത്താം. കാരണം നമ്മൾ ആദ്യമേ പഠിച്ച പോയിന്റ് ആണത്, സിമ്പിൾ സെന്റൻസിൽ കൺജങ്ഷൻ കാണില്ല എന്നുള്ളത്. അപ്പൊ ഇവിടെ 3 സെന്റൻസുകളിൽ കൺജങ്ഷൻ ഉണ്ട്. കൂട്ടുകാരെ, നിങ്ങൾ ഈ നിമിഷം ഇത് പഠിച്ചോളണം. ആൻഡ് ഒരു കൺജങ്ഷൻ ആണ്, ആസൂണസ് ഒരു കൺജങ്ഷൻ ആണ്, വൈൽ ഒരു കൺജങ്ഷൻ ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ഒരു ചോദ്യം നോക്കുക, എന്നിട്ട് ഇതിന്റെ ആൻസർ എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്ന് നോക്കുക. 4 ഓപ്ഷൻ ഉണ്ട്. സിമ്പിൾ ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്, കോമ്പൗണ്ട് കോംപ്ലക്സ് ഉണ്ട്. ഓപ്ഷനുകളിൽ ഇവയെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ ആവശ്യം ഈ ഒരു സെന്റൻസ് നോക്കിയതിന് ശേഷം ഇത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിൽ എത്താൻ പറ്റും. നിങ്ങൾ ആൻസർ കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പൊ ഞാനിനി ഇതിന്റെ ആൻസർ പറയുന്നു, നോക്കുക. തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് കൺജങ്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് പ്രത്യേകിച്ച് കൺജങ്ഷൻ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഒന്നിലധികം സെന്റൻസ് ഇവിടെ ഇല്ല. ആകെ ഒരൊറ്റ സെന്റൻസേ ഉള്ളൂ. ഒരു സബ്ജക്റ്റും ഒരു വെർബും ഒക്കെ ഉള്ളൂ, അല്ലെ? സബ്ജക്റ്റ് ആയിട്ട് വി ഉണ്ട്, വെർബായിട്ട് ക്യാൻ സർവൈവ് ഉണ്ട്. ഓക്കെ, അപ്പോ ഒരു സബ്ജക്റ്റും ഒരു വെർബും ചേർന്ന ഭാഗം. ഓക്കെ, വെർബിനോടൊപ്പം അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുണ്ട്? ക്യാൻ എന്ന മൊഡാൽ ഓക്സിലറി ഉണ്ട്. അപ്പൊ വെർബിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്രയും എടുക്കുന്നു, സബ്ജക്റ്റ് ആയിട്ട് വി എടുക്കുന്നു. ഒരു സബ്ജക്റ്റും ഒരു വെർബും അടങ്ങിയ കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു സെന്റൻസ്. ഇവിടെ കൺജങ്ഷനുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗം തിരിച്ചറിയാം ഇതും ഒരു സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമാണ്. ഓക്കെ, നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും. അടുത്ത ചോദ്യം ഒന്ന് നോക്കുക. ഒരു 3-4 ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പക്ക ക്ലിയർ ആയിക്കോളൂ. ഇത് നാളെ ഒരു കാലത്ത് പരീക്ഷയ്ക്ക് സിമ്പിൾ സെന്റൻസുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലെത്താനും സാധിക്കും. അതിലിനി
ഒരു സംശയത്തിന്റെയും ആവശ്യമില്ല. അപ്പൊ നോക്കുക, എന്തായിരിക്കും ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എന്നുള്ളത് നിഷ്പ്രയാസം നിങ്ങൾക്ക് കണ്ടെത്താം. നിഷ്പ്രയാസം. ഓക്കെ, അപ്പൊ ചോദ്യം നിങ്ങൾ നോക്കിക്കാണും. ചോദ്യം വായിച്ചപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ സെന്റൻസുകളൊന്നും തന്നിട്ടില്ല. ആകെ ഒരേ ഒരു സെന്റൻസേ തന്നിട്ടുള്ളൂ. ഒന്നിൽ കൂടുതൽ സെന്റൻസ് ഇല്ല. അത് നമുക്ക് ഉറപ്പിക്കാം, കാരണം ഇവിടെ പ്രത്യേകിച്ച് കൺജങ്ഷനുകളൊന്നും ഇല്ല. ഓക്കെ, അപ്പോ ഇവിടത്തെ വെർബ് എന്ന് പറയുന്നത് വാസ് എക്സൈറ്റഡ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ടു കഴിഞ്ഞൊരു വെർബ് തന്നേക്കുന്നത്. അതിവിടെ നമ്മൾ വെർബായിട്ട് പരിഗണിക്കാൻ പാടില്ല. ഓക്കെ, ഇനി ആ വക കാര്യങ്ങളിലേക്കേ ചിന്തിക്കണ്ട. ആകെ ഒരേ ഒരു സെന്റൻസ് അല്ലേ ഉള്ളൂ. ഇതിനകത്ത് കൺജങ്ഷനുകളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ കൺജങ്ഷനുകൾ ഇല്ലാതെ വരുന്ന ഒരു സെന്റൻസ് കിട്ടിയാൽ അതെന്താണെന്ന് മനസ്സിലാക്കണം. സിമ്പിൾ സെന്റൻസ് ആണ്, ഉദാഹരണമാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്കും കിട്ടിക്കാണും. ഓക്കെ, അടുത്ത ചോദ്യം ഒന്ന് നോക്കിയടാ. ഐ റൺ 2 miles ഫ്രം മൈ ഹോം എവരി മോർണിംഗ്. ഇതാണ് ചോദ്യം. ഈ ഒരു സെന്റൻസ് സിമ്പിൾ സെന്റൻസ് ആണോ, കോമ്പൗണ്ട് ആണോ, കോംപ്ലക്സ് ആണോ, കോമ്പൗണ്ട് കോംപ്ലക്സ് ആണോ എന്ന് തിരിച്ചറിയണം. ഒന്ന് നോക്കിയേ ആൻസർ എന്താണെന്ന്. വളരെ നിഷ്പ്രയാസം നിങ്ങൾക്കിത് കണ്ടെത്താൻ പറ്റും. യാതൊരുവിധ ആശങ്കയുടെയും ആവശ്യമില്ല. ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഐ റൺ ഒരു സബ്ജക്റ്റും ഒരു വെർബും, പിന്നെ അങ്ങോട്ട് വെർബിന്റെ ഗണത്തിൽപ്പെട്ട ഒരു സാധനവും ഇല്ല. ഓക്കെ, 2 miles ഫ്രം മൈ ഹോം എവരി മോർണിംഗ്. ഇവിടെ കൺജങ്ഷനുകളുണ്ടോ? യാതൊരുവിധ കൺജങ്ഷനും ഇല്ല. കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു സെന്റൻസ് എടുത്ത് തന്നിരിക്കുന്നു. അതെന്തിന് ഉദാഹരണം എന്ന് ചോദിച്ചിരിക്കുന്നു. ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാം, ഇതും ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. എവരി മോർണിംഗ് ഫസ്റ്റ് ഐ വാക്ക് എലോങ് ദ റോഡ് സൈഡ്. ഈ ഒരു ചോദ്യം ഒന്ന് നോക്കുക. ഇത് എന്തിനുദാഹരണം എന്നാണ് ചോദ്യം ഉണ്ടാക്കിയ ആള് ചോദിച്ചേക്കുന്നത്. ഇത് സിമ്പിൾ ആണോ? ഇതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണോ? ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണോ? ഇതൊരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ആണോ? ചോദ്യം നോക്കുമ്പോൾ അറിയാം, കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു സെന്റൻസ് നമ്മുടെ മുന്നിൽ തന്നിരിക്കുന്നു. ഇതിന് പൂർണ്ണമായ ഒരു അർത്ഥമുണ്ട്. ഇങ്ങനെ കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു സെന്റൻസ് തന്നിട്ട് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എഴുതും, അത് സിമ്പിൾ സെന്റൻസ്. ഓക്കെ, അടുത്ത ചോദ്യം ഒന്ന് നോക്കുക. ഈ സെന്റൻസ് നോക്കിയിട്ട് ഇത് സിമ്പിൾ സെന്റൻസ് ആണോ, കോമ്പൗണ്ട് സെന്റൻസ് ആണോ, കോംപ്ലക്സ് ആണോ, കോമ്പൗണ്ട് കോംപ്ലക്സ് ആണോ എന്നൊന്ന് നോക്കുക. നമ്മുടെ 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷകളിലെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സെന്റൻസ്. ആ ഭാഗത്ത് നിന്നും സിമ്പിൾ സെന്റൻസുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്കൊരു ചോദ്യം വന്നാൽ ഒരാശയക്കുഴപ്പവുമില്ലാതെ നിങ്ങൾക്ക് ഉത്തരത്തിലെത്താൻ കഴിയണം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇവിടെയും പൂർണ്ണ അർത്ഥമുള്ള ഒരു സെന്റൻസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. സെന്റൻസിനകത്ത് പ്രത്യേകിച്ച് കൺജങ്ഷനുകളൊന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ സെന്റൻസിനെ നമ്മൾ സിമ്പിൾ സെന്റൻസ് ആയി പരിഗണിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? നിങ്ങൾക്കും കിട്ടിയതല്ലേ ഇത്? അടുത്ത ചോദ്യം ഒന്ന് നോക്കുക. ഈ ചോദ്യം നോക്കിയതിന് ശേഷം ഇവിടെയും നിങ്ങൾ കണ്ടെത്തണം, ഇത് സിമ്പിൾ ആണോ, കോമ്പൗണ്ട് ആണോ, കോംപ്ലക്സ് ആണോ, കോമ്പൗണ്ട് കോംപ്ലക്സ് ആണോ എന്നുള്ളത്. ഇവിടെ ചോദ്യം നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഇവിടെയും നിങ്ങൾക്ക് കണ്ടെത്താം, ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് കൺജങ്ഷനുകളൊന്നുമില്ല. ഓക്കെ, കൺജങ്ഷനുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പഠിക്കും. നമ്മളത് കോമ്പൗണ്ടും കോംപ്ലക്സും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാം, ഇവിടെ ആകെ ഒരേ ഒരു വെർബേ തന്നിട്ടുള്ളൂ. ആകെ ഒരേ ഒരു വെർബ്. ഓക്കെ, അത് വച്ചിട്ട് തന്നെ നിങ്ങൾക്കറിയാം, ഒരു സെന്റൻസിൽ ഒരു വെർബ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. മാത്രമല്ല ഇവിടെ കൂടിച്ചേരലുകളൊന്നുമില്ല, ആകെ ഒരേ ഒരു സെന്റൻസേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സിമ്പിൾ സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത ചോദ്യം ഒന്ന് നോക്കിയേ. ഇങ്ങനത്തെയൊക്കെ സെന്റൻസുകൾ വരുമ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആശയക്കുഴപ്പം വന്നേക്കാം. ഇവിടെ ഇറ്റ് ഈസ്, അതിനൊന്ന് ചുരുക്കി വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇറ്റ് ഈസ്.
അവിടുത്തെ സബ്ജക്റ്റ് ഇറ്റും വെർബ് ഈസുമാണ്. എന്ന് വെച്ചാൽ സബ്ജക്റ്റ് ഇറ്റ്, വെർബ് ഈസ്. അപ്പൊ അവിടെ ഒരു വെർബായി. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു സംശയം, ടു ഗീവ് വെർബല്ലേ? ടു ഗീവിനെ അവിടെ വെർബായിട്ട് നിങ്ങൾ പരിഗണിക്കരുത്. ഓക്കെ, ടു ചേർത്ത് ഇങ്ങനെ വരുന്ന വെർബുകളെ നിങ്ങൾ അവിടെ എന്തായിട്ട് പരിഗണിക്കരുത്? അത് ആ സെന്റൻസിലെ വെർബാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിനെ നിങ്ങൾ പതുക്കെ അങ്ങ് സ്കിപ്പ് ചെയ്യുക, വെർബാക്കി എടുക്കുകയേ ചെയ്യരുത് ടു ചേർന്ന് വരുന്ന ഭാഗത്തെ. ഓക്കെ, നമ്മൾ 2+വെർബ് എന്ന് പറയുമെങ്കിലും ഇത് സെന്റൻസിൽ ഇവിടെ വെർബ് അല്ല. ഞാൻ ഒരുപാട് ആഴത്തിലേക്ക് തൽക്കാലം ഇറങ്ങുന്നില്ല, കാരണം നമുക്ക് ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മളിങ്ങനെ സിമ്പിൾ സെന്റൻസും കോമ്പൗണ്ടും കോംപ്ലക്സും ഒക്കെ കണ്ടെത്തുന്ന സമയത്ത് ടു ചേർത്ത് വരുന്ന വെർബുകളെ നമ്മൾ അവിടെ വെർബായിട്ട് കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, അപ്പൊ ഇവിടെ ആകെ ഒരു സബ്ജക്റ്റും ഒരു വെർബുവേ ഉള്ളൂ. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഇതിനകത്ത് യാതൊരുവിധ കൺജങ്ഷനുകളും ഇല്ല, കൂട്ടിച്ചേർക്കലുകളൊന്നും നടന്നിട്ടില്ല. ആകെ ഒരേ ഒരു സെന്റൻസേ ഇവിടെയുള്ളൂ. ഇതും ഒരു സിമ്പിൾ സെന്റൻസിന് ഉദാഹരണം. ഓക്കെ, അപ്പോ ഇനി പരീക്ഷയ്ക്ക് നിങ്ങൾക്കൊരു സിമ്പിൾ സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഉത്തരത്തിലെത്താൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നോക്കുക, നമ്മുടെ പരീക്ഷകളിൽ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സിമ്പിൾ സെന്റൻസ് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. പൂർണ്ണ അർത്ഥമുള്ള ഒരു സെന്റൻസ് എടുത്തു വച്ചാൽ അതിനെ നമുക്ക് സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കാം. കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു സെന്റൻസിനെ നമുക്ക് സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കാം. സിമ്പിൾ സെന്റൻസിൽ സാധാരണ എന്ത് കാണാറില്ല? കൺജങ്ഷൻ കാണാറില്ല, അഥവാ കണക്റ്റിംഗ് വേർഡുകൾ കാണാറില്ല. ഇത് സാധാരണ ഒരു സിമ്പിൾ സെന്റൻസ് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ആരംഭിക്കാം? ബീയിങ് എന്ന് പറഞ്ഞ് ഒരു സെന്റൻസ് ആരംഭിക്കാം. ഹാവിങ് എന്ന് പറഞ്ഞ് ഒരു സെന്റൻസ് ആരംഭിക്കാം. ഒരു സെന്റൻസ് മീൻസ് സിമ്പിൾ സെന്റൻസ് ആരംഭിക്കാം. വെർബിന്റെ ING രൂപത്തിൽ ഒരു സെന്റൻസ് ആരംഭിക്കാം. അതേപോലെ തന്നെ ടു പ്ലസ് വെർബ്, ഒരു വെർബിന് മുമ്പ് ടു ചേർന്ന് ഒരു സെന്റൻസ് ആരംഭിക്കാം. അപ്പം 4 കാര്യങ്ങൾ. 5 ഇൻസ്പൈറ്റ് ഓഫ്, അത് കഴിഞ്ഞ് ഡെസ്പൈറ്റ്, ഇങ്ങനെയൊക്കെ ആരംഭിക്കുന്ന സെന്റൻസുകൾ സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമായിരിക്കും. ലാസ്റ്റ് നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ടു വരുന്ന സെന്റൻസുകൾ. പണ്ട് സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ സോ ദാറ്റ് വരുന്ന സെന്റൻസുകളും ടു വരുന്ന സെന്റൻസുകളും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ സോ ദാറ്റ് വരുന്ന സെന്റൻസുകളിൽ ടു ആഡ് ചെയ്യാനും ടു വരുന്ന സെന്റൻസുകളിൽ സോ ദാറ്റ് ആഡ് ചെയ്യാനും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സ്കൂൾ ക്ലാസ്സുകളിൽ. അപ്പോൾ ഇങ്ങനെ ടു വരുന്ന ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അതിനെയും നിങ്ങൾ എന്തായി പരിഗണിച്ചാൽ മതി? സിമ്പിൾ സെന്റൻസ് ആയിട്ട് പരിഗണിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സുപ്രഭാതം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്, ഒരു മത്സര പരീക്ഷയ്ക്ക് നമ്മൾ പോയിരുന്ന് എങ്ങനെയാണ് ഒരു സിമ്പിൾ സെന്റൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതെന്നാണ്. ഇത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി കാണുന്ന ചോദ്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇതൊന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതൊരു സിമ്പിൾ സെന്റൻസ് ആണോ അല്ലേ എന്നൊക്കെയുള്ള സ്വയം വിലയിരുത്തുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.